അന്നും ഇന്നും. കർക്കിടക മാസത്തിലെ തിരുവോണത്തിൻ്റെ പേര് പിള്ളേരോണം എന്നായിരുന്നു. പൊന്നും ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് സൂക്ഷം 28 ദിവസം മുൻപാണത്. അതൊരു ചെറിയ ഓണമായിരുന്നു. 19 കൊല്ലം മുൻപ് പിള്ളേരും വലിയവരും പിള്ളേരോണം കഴിഞ്ഞ് ദിവസങ്ങൾ എണ്ണി നീക്കുമായിരുന്നു. ഇനിയും 20 ദിവസം, 19 ദിവസം, ഇനിയും 18 ദിവസം എന്നിങ്ങനെ ഓണത്തിലെത്താൻ ദിവസങ്ങൾ എണ്ണുക. എല്ലാവർക്കും ഓരോ ദിവസം കഴിയും തോറും വെപ്രാളം കൂടി വരികയായിരുന്നു. ഓണത്തിന് ഇനിയും 15 ദിവസമേ ഉള്ളൂ. എന്തെല്ലാം എടുക്കാൻ കിടക്കുന്നു. ഗൃഹനാഥൻ്റെ പരിഭ്രമമാണ്. ഓണത്തിന് പ്രത്യേകം എല്ലാ വീട്ടിലും കഴിവനുസരിച്ച് നെല്ലും കരുതി വച്ചിരിക്കും. അത് പറയൻ്റെയും പുലയൻ്റെയും വീട്ടിലും കാണും. കരുതി വച്ചിട്ടില്ലാത്തവൻ കടം കൊള്ളണം. അത്തം മുതൽ കന്യകമാരുള്ള വീട്ടിൽ പൂവിടലുണ്ട്. ആ കാലം പുഷ്പസമൃദ്ധമാണ്. ചെത്തിപ്പൂവാണ് പ്രധാനം. ദൂരെയൊക്കെ പോയി പറിച്ചു കൊണ്ടുവരും. ചോതിയാകുമ്പോൾ ഓണത്തിന് നെല്ലും പുഴുക്കായി. ഏതോ ഒരു നാടൻ പാട്ടിലെ രണ്ട് ചോതിയാകുമ്പോൾ ഓണത്തിന് നെല്ല് പുഴുക്കായി. ഏതോ ഒരു നാടൻ പാട്ടിലെ 2 വരി ഞാനിപ്പോൾ ഓർക്കുന്നു. അത്തപ്പത്തോണമടുത്തല്ലോ നായരെ, ചോതി പുഴുങ്ങുവാൻ നെല്ലുതായോ. കുടുംബത്തേക്ക് ഓണനെല്ലടക്കുക മാത്രമല്ല, വേലക്കാർക്ക് ഓണം കൊടുക്കുകയും വേണം. ആണാള് പെണ്ണാള് എന്ന കണക്കിന് ഓണമുണ്ണാനുള്ള നെല്ലിന് പുറമെ അക്കൊല്ലത്തെ ഓണപ്പണിക്കാരൻ എന്ന് വിളിക്കുന്ന സ്ഥിരം ജോലിക്കാരന് പ്രത്യേകം നെല്ലും കൊടുക്കും. കൂട്ടത്തിൽ തന്നെ കടമായും നെല്ല് കൊടുക്കും. 10-15 കുടിവേലക്കാരുള്ള കൃഷിക്കാരൻ്റെ അറയിൽ നിന്ന് അന്ന് കുറേയധികം നെല്ല് അളവ് പോകും. ഓണപ്പണിക്ക് നെല്ലും കടവും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അക്കൊല്ലം ആ വേലക്കാരൻ അവിടുത്തെ സ്ഥിരം പണിക്കാരനാണ്. വിശാഖം മുതൽ കച്ചവട സ്ഥലങ്ങളെല്ലാം ചരക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ലിസ്റ്റ് എഴുതിയാണ് പലവ്യഞ്ജനങ്ങൾ വാങ്ങുക. ഗൃഹനാഥന്മാർ കഴിവിനനുസരിച്ച് ആലപ്പുഴയും മറ്റും പോയാണ് ഓണച്ചരക്ക് വാങ്ങുന്നത്. എൻ്റെ അച്ഛൻ അമ്പലപ്പുഴയിൽ നിന്നാണ് ഓണക്കോടി വാങ്ങിക്കൊണ്ടിരുന്നത്. അവിടെ പടിഞ്ഞാറേ നടയിൽ ഒരു തമിഴ് ബ്രാഹ്മണൻ്റെ കടയുണ്ടായിരുന്നു. തകഴിക്കാർ പലരും അദ്ദേഹത്തിൻ്റെ പറ്റുവരവുകാരായിരുന്നു. ചരക്കിൻ്റെ വില മേടമാസത്തിൽ കളത്തിൽ നിന്ന് നെല്ല് അളന്ന് കൊടുത്താണ് തീർക്കുക. മൂലം പൂരാടം ദിവസങ്ങൾ പച്ചക്കറി വാങ്ങാനുള്ളവയാണ്. കൃഷിക്കാരൻ സാധാരണയായി ഒരേ സമയം ജന്മിയും പാട്ടക്കാരനുമായിരിക്കും. കയ്യകലത്തുള്ള സ്വന്തം നിലങ്ങൾ ആരെയെങ്കിലും പാട്ടത്തിന് ഏൽപ്പിച്ചിരിക്കും. അടുത്തുള്ള നിലങ്ങൾ പാട്ടത്തിനേറ്റുവെന്നും വരും. പാട്ടത്തിനേറ്റിട്ടുള്ള നിലങ്ങളുടെ ജന്മിക്ക് ഓണക്കാഴ്ച കൊടുക്കണം. ചേന, മത്തങ്ങ, കുമ്പളങ്ങ, ഏത്തക്കുല എന്നിവയാണ് സാധാരണ ഓണക്കാഴ്ച. നിലത്തിൻ്റെ വിസ്തീർണമനുസരിച്ച് ഈ ഓരോ സാധനത്തിൻ്റെയും എണ്ണം കൂടിയും കുറഞ്ഞുമിരിക്കും. മിക്കവാറും വീടുകളിൽ ഓണക്കാഴ്ച വരും. അവർ ഓണക്കാഴ്ച കൊടുക്കേണ്ടതായും ഉണ്ടാവും. അത് പൂരാടം, ഉത്രാടം ദിവസങ്ങളിൽ വരുമായിരുന്നു. സാധാരണ 2 ചേനയും 1 മത്തങ്ങയുമാണ്. അന്ന് നെല്ല് കുത്തുന്നത് പെണ്ണുങ്ങൾ ഉലക്കയും ഉരലും കൊണ്ടാണ്. അത് ഉരപ്പുര ഭാഗത്തെ ഒരു ഉത്സവമാണ്. നിലമ്മനയിലിട്ട് നെല്ല് തൊലിക്കും. അതായത് തറയിൽ നല്ല കട്ടിയിൽ ചെങ്കല്ലിട്ട് ഉറപ്പിക്കുന്നതാണ് നിലമ്മന. പിന്നെ കൊഴിച്ച ഉമി പാറ്റും. അതിനുശേഷം കല്ലുരലിലോ മര ഉരലിലോ ഉലക്ക കൊണ്ട് അരി അവയ്ക്കും. ഇതിൽ പല വാക്കുകളും ഇന്നത്തെ തലമുറയ്ക്ക് പുത്തനായിരിക്കും. ചെറുപ്പക്കാരായ സാഹിത്യകാരന്മാർക്ക് പോലും ഇത് മനസ്സിലാകില്ലായിരിക്കും. തെള്ളി തവിടും മാറ്റിക്കഴിഞ്ഞ് പിന്നെയും അത് മിനുക്കിയെന്നു വരും. അതിനെല്ലാം പ്രത്യേകം ഉലക്കകളുണ്ട്. 3-4 ദിവസം രാപ്പകൽ പെണ്ണുങ്ങളുടെ ജോലി ഓണനെല്ല് കുത്തുകയാണ്. അതൊരാഘോഷം തന്നെയാണ്. ഉത്രാടം വെപ്രാളമാണ്. ഇടയ്ക്ക് ഒരു കാര്യം മറന്നുപോയി. ഒരുമാതിരി വീടുകളിലെല്ലാം അത്തത്തിന് മുൻപ് തന്നെ തേങ്ങ ആട്ടി വെളിച്ചെണ്ണ ശേഖരിച്ചിരിക്കും. ഓരോ തേങ്ങയിടലിനും ഓണത്തിനു വേണ്ടി നല്ല വിളഞ്ഞ തേങ്ങ തിരഞ്ഞ് പ്രത്യേകം ശേഖരിച്ചിരിക്കും. അത് പൊതിച്ച് കൊപ്രയാക്കി അരിഞ്ഞ് ഉണക്കി ആട്ടി വെളിച്ചെണ്ണയാക്കും. അന്ന് യന്ത്രത്തിലല്ല കൊപ്രയാട്ടുന്നത്. ഒരു കരയിൽ 4, 5, 6 മരച്ചക്കുകൾ കാണും. ഇത് പ്രവർത്തിപ്പിക്കുന്നത് സാധാരണ ക്രിസ്ത്യാനികളാണ്. അന്ന് വീടുകളിൽ വിളക്കു കത്തിച്ചിരുന്നത് പുന്നയ്ക്ക എണ്ണ കൊണ്ടാണ്. അപ്പോൾ ചക്കും ചക്കാട്ടുന്നവരും നാട്ടിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ആവശ്യങ്ങളായിരുന്നു. അവരാണ് വീടിന് വെട്ടം തരുന്നത്. പൂരാടം, ഉത്രാടം ദിവസങ്ങളിലാണ് വറുക്കലും കരിക്കലും. 4 ഇനം ഉപ്പേരി, ശർക്കര പുരട്ടി എല്ലാം അന്നാണ് ഉണ്ടാക്കുന്നത്. ഉപ്പേരിയും ശർക്കര പുരട്ടിയുമെല്ലാം നാട്ടിൽ വിശേഷ വിഭവങ്ങളായിരുന്നു. ഇന്നത് വിശേഷ വിഭവമല്ല.
പാക്കറ്റിൽ കടകളിൽ കിട്ടും. ചിപ്സ് എന്ന ഓമനപ്പേരിൽ. അന്നൊക്കെ ഒരിക്കലേ എൻ്റെ വീട്ടിൽ ഉപ്പേരി വറുക്കുമായിരുന്നുള്ളൂ. അത് ഓണത്തിനായിരുന്നു. മിക്കവാറും വീടുകളിലെ സ്ഥിതി ഇതായിരുന്നു. ഓണം കൊണ്ടാടാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവൻ അന്ന് നിവൃത്തിയുള്ള വീടുകളിലെത്തും. അരിയോ നെല്ലോ തേങ്ങയോ അവർക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഓണം കൈക്കൊള്ളാൻ വരുന്നവരെ ഒരിക്കലും വെറും കൈയോടെ അയക്കുമായിരുന്നില്ല. ഇന്ന് അതുണ്ടോ? പച്ചക്കറികളുടെ കാര്യത്തിൽ അടുത്ത വീട്ടുകാരെല്ലാം പരസ്പരം സഹകരിച്ചിരിക്കും. മുരിങ്ങക്ക ആലപ്പുഴയിൽ കിട്ടാതെ വന്നാൽ അടുത്ത വീട്ടുകാർ തിരുവോണത്തിനുള്ള മുരിങ്ങക്ക തന്നെ തന്നെന്നിരിക്കും. 18 മണി പയർ അവർക്ക് കിട്ടിയില്ല, അത് ഇവിടെയുണ്ട്, കൊടുത്തുവെന്നിരിക്കും. ഉത്രാടം അസ്തമിച്ച് തിരുവോണം വെളുക്കുമ്പോഴാണ് പൂമാറ്റ്. നാടാകെ പൂമാറ്റത്തിൻ്റെ കുരവയും ആർപ്പും കൊണ്ട് ശബ്ദമുഖരിതമായിരിക്കും. എന്തൊരു ആഘോഷമായിരുന്നു അത്! രാവിലെ മക്കൾക്കും അനന്തരവർക്കുമെല്ലാം ഓണക്കോടി കിട്ടും. അന്നൊക്കെ സത്യത്തിൽ സദ്യയല്ല പ്രധാനം, ആഘോഷമാണ്. ഊണ് കഴിഞ്ഞ് ചെറുപ്പക്കാർ കിളിത്തട്ടും കുടുകുടുവും, അതായത് ഇന്നത്തെ കബഡി, തലപ്പന്തു കളിയുമൊക്കെയാണ്. തുറന്ന പറമ്പുകളിലും അമ്പലമുറ്റത്തുമെല്ലാമാണ് ആൺപിള്ളേർ കൂടുക. പെൺപിള്ളേർ തുമ്പിതുള്ളൽ തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കും. സ്ത്രീകൾ തിരുവാതിരക്കളിക്കാണ് പോവുക. മൂന്നാം ഓണം, അതായത് ചതയത്തിൻ്റെ അന്ന്, ചതയം കാഴ്ചക്കാർക്ക് സദ്യയാണ്. ഓണാഘോഷത്തെക്കുറിച്ച് എല്ലാമായില്ല. ഓണം ഒരു വലിയ ആഘോഷമായിരുന്നു. ആഘോഷം മാത്രമാണോ? ഇന്ന് അതൊരു ഒഴിവുകാലമാണെന്ന് തോന്നും. ഇന്ന് ഉപ്പേരിക്കും ശർക്കര പുരട്ടിക്കും സ്വാദില്ല. അവിയലും എരിശ്ശേരിയും എന്നും കഴിക്കുന്ന കറികളാണ്. പരിപ്പും നെയ്യും ഒരു വിശിഷ്ട വസ്തുവാണോ? തൈരില്ലാതെ ഉണ്ണാൻ വയ്യാത്തവർക്ക് ഓണക്കാലത്ത് തൈരിന് സ്വാദുണ്ടോ? ഇന്ന് ഓണം ഉണ്ണുന്നത് എന്നും ഉണ്ണുന്നത് പോലെ തന്നെയാണ്. എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണ്. തിരുവാതിരക്കളി വലിയ ഓഡിറ്റോറിയങ്ങളിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ അത് തിരുവാതിരക്കളി അല്ലാതെയുമായി. പെണ്ണുങ്ങൾ വേഷം കെട്ടി പൂവും ചൂടി പൗഡറും ഇട്ടാണല്ലോ തിരുവാതിര കളിക്കാൻ പോകുന്നത്. ഓണം ഒരുപാട് മാറിപ്പോയി. അതേപ്പറ്റിയൊക്കെ എന്തു പറയാനാണ്? തകഴി ശിവശങ്കരപ്പിള്ള.